മലകളിലെ പക്ഷികളൊക്കെയും ഞാൻ അറിയുന്നു, വയലിലെ ജന്തുക്കളെയും എനിക്കുള്ളവ തന്നെ എന്ന് പറഞ്ഞ് 51-ാം സങ്കീർത്തനത്തിലേക്ക് സങ്കീർത്തനക്കാരനായ ദാവീദ് ആസാഫിനെ പിൻഗമിച്ചു വന്നു കഴിയുമ്പോൾ എന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറയുന്നത്: ഞാൻ നിർമ്മലൻ ആകേണ്ടതിന് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. പ്രിയ ദൈവമക്കളെ, ഈ കഴുകൽ ബാഹ്യ ശരീരത്തിൽ അല്ല, ആന്തരിക അവയവത്തിലാണ് എന്ന് നമ്മൾ അറിയണം. ഒരു മനുഷ്യന്റെ ഹൃദയം ഈ കൈമുഷ്ടി അതിന്റെ വലിപ്പമാണ്. ഈ കൈമുഷ്ടിയുടെ വലിപ്പമുള്ള മനുഷ്യ ഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. ഈ 4 അറകളും ശുദ്ധീകരിക്കുവാനായിട്ടാണ് ദാവീദിന്റെ ദൈവസന്നിധിയിലുള്ള അപേക്ഷ. അതുകൊണ്ട് വാത്സല്യമുള്ള ശ്രോതാക്കളെ, നമ്മൾ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ കേൾവിയേക്കാൾ അധികമായി ഒരു പ്രവൃത്തിയിലേക്ക് പോവുകയാണ്. ആ പ്രവൃത്തി എന്ന് പറയുന്നത് കൈമുഷ്ടിയുടെ വലിപ്പമുള്ള 4 തുല്യ അളവുകളെ വിഭജിച്ചിരിക്കുന്ന മനുഷ്യ ഹൃദയത്തിന്റെ 4 അളവുകളും കഴുകണം എന്നതാണ്. അത് പ്രവൃത്തിയാണ്. അങ്ങനെ കഴുകിയിട്ട് മാത്രമേ ഈ കർത്തൃമേശയിൽ നമുക്ക് പങ്കെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ഞാൻ നിർമ്മലനാകേണ്ടതിന്, ദാവീദിന് മാലിന്യമുണ്ടെന്ന് താൻ തന്നെ സമ്മതിക്കുക. ഞാൻ നിർമ്മലനാകേണ്ടതിന്. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഏറ്റവും നല്ലതുപോലെ നിർമ്മലീകരിക്കപ്പെടേണ്ടതിന് ഈ കർത്തൃമേശയുടെ മുൻപിലാണ്. നമ്മളെ നിർമ്മലീകരിക്കുവാൻ കർത്താവായ യേശുവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ നിർമ്മലമായ പരിശുദ്ധമായ ഏക രക്തം അനിവാര്യമായി നമുക്കുണ്ട്. പഴയ നിയമത്തിലെ പശ്ചാത്തലത്തിലാണ് ദാവീദ് പറയുന്നത് ഈസോപ്പ് കൊണ്ട്. നമുക്കറിയാം, ഭിത്തികളുടെ വിള്ളലിൽ നിൽക്കുന്ന ഒരു ചെടിയാണ് ഈസോപ്പ് ചെടി. പുല്ല് പോലെ ഇരിക്കും. ആ ചെടി പറിച്ച് അതിന്റെ ചുവട് മുറിച്ചതിന് ശേഷം അതിലെ ആ പുല്ലായിട്ട് നിൽക്കുന്ന ഭാഗം ഒന്ന് കെട്ടി ബ്രഷ് പോലെ അന്ന് പാലസ്തീനിൽ ഉപയോഗിച്ചിരുന്ന പശ്ചാത്തലമാണ് ദാവീദിന്റെ മനസ്സിലേക്ക് വരുന്നത്. ഇന്നത്തെ പോലെ പെയിന്റിംഗ് ബ്രഷിന് പകരമായി അന്ന് അവർ ഉപയോഗിച്ചിരുന്നത് ഈസോപ്പിന്റെ പുല്ലുകൾ. ഈസോപ്പ് ചെടിയുടെ അറ്റം വെട്ടി ആ പുല്ലിന്റെ ആകൃതിയിലുള്ള ആ ഭാഗത്തെ ബ്രഷായിട്ട് പെയിന്റിങ്ങിന് വേണ്ടി അവർ ഉപയോഗിച്ചു. അതുകൊണ്ട് ഈസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. നമുക്കൊരു കാര്യം അറിയാം, പെയിന്റ് കലക്കി ആ ലായനിയിലേക്ക് ഈ ഈസോപ്പ് ചെടിയുടെ തണ്ട് മനോഹരമായ രീതിയിൽ ക്രമത്തോടെ മുറിച്ച് കെട്ടി ആ പെയിന്റ് ലായനിയിൽ മുക്കി ചുവരിൽ അടിക്കുമ്പോൾ ചുവരിലെ വികൃതി മാറിക്കിട്ടും, കറകൾ മാറിക്കിട്ടും, പാടുകൾ മാറിക്കിട്ടും, അതിന്റെ എല്ലാ ഭംഗിയും മാറും. ഇതാണ് പെയിന്റിങ്ങിന്റെ ഒരു ബേസിക്. അന്ന് പാലസ്തീനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പെയിന്റിംഗ് ബ്രഷായിട്ട് ഈസോപ്പ് ചെടിയുടെ തണ്ട് അതിന്റെ അറ്റം വെട്ടി അതിന്റെ ഓലകൾ മനോഹരമായ രീതിയിൽ ലെവലായിട്ട് കട്ട് ചെയ്ത് അതിനെ കെട്ടി പെയിന്റിൽ മുക്കി പെയിന്റ് അടിച്ചിരുന്ന അനുഭവം. പ്രിയ ദൈവമക്കളെ,
അങ്ങനെയെങ്കിൽ അത് കലക്കിയ പെയിന്റ് ലായനിയിൽ മുക്കി ചുവരിൽ പൂശുമ്പോൾ ചുവരിന്റെ അപാകത, അഭംഗി, വൃത്തികേട് മാറും. നമ്മുടെ ഹൃദയത്തിന്റെ 4 അറകളിലെയും വൃത്തികേട് മാറേണ്ട നിമിഷം ഈ തിരുമേശയുടെ മുൻപിലുള്ള നിമിഷമെങ്കിൽ ഇവിടെ ഒരു സോപ്പ് ചേരിയുടെ ബ്രഷും പെയിന്റ് ലായനിയിൽ മുക്കി ഭിത്തിയിലെ വൃത്തികേടിൽ അടിക്കാനില്ല. പിന്നെയോ കാൽവരിയിൽ മരിച്ച കർത്താവായ യേശുവിന്റെ മാറപ്പിളർന്ന നിർമ്മലമായ രക്തം, ആ രക്തമാണ് നമ്മുടെ ഹൃദയത്തിന്റെ 4 അറകളുടെയും അഭംഗി മാറ്റി ഈ മേശയിലേക്ക് നമ്മളെ പരിശുദ്ധരാക്കി കൊണ്ടുവരുന്നത്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7. അതിന്റെ 9-ാം വാക്യത്തിൽ നാം പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ എവിടെയും വിടുവിക്കുന്നു, ശുദ്ധീകരിക്കുന്നു. ശലോമോൻ പറയുന്നത്, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരുത്തില്ല, ഏറ്റുപറഞ്ഞോ ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ മഹനീയമായ കരുണ ലഭിച്ചാലല്ലാതെ ഈ അപ്പവീഞ്ഞുകളെ സ്പർശിക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, അപ്പവീഞ്ഞുകളെ സ്പർശിക്കുവാൻ നമ്മുടെ കരങ്ങൾ പൗത്രമായി തീരട്ടെ. അത് സ്വീകരിച്ചു വെക്കുന്ന നമ്മുടെ അകലങ്ങൾ പരിശുദ്ധമായി തീരട്ടെ. അത് ചെന്ന് ചേരുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അറകൾ പരിശുദ്ധമായി തീരട്ടെ. ഇന്നത്തെ കാലം അങ്ങനെയൊരു മനോഹരമായ ദൗത്യ നിർവഹണത്തിലേക്കാണ് നമ്മൾ ഒരുമിച്ച് കടന്നു പോകുന്നത് എന്ന് നമ്മൾ മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. വാത്സല്യമുള്ള ദൈവമക്കളെ, സ്വയം പരിശോധിച്ചിട്ട് തന്നെ ശോധന ചെയ്ത് നമ്മളെ കുറിച്ച് ഒരു വിധി പ്രസ്താവന നടത്തിയിട്ട് വേണം ഇതിലേക്ക് കടന്നു ചെല്ലുവാനെന്ന് അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. തന്നെ ഒരു പാസ്റ്റർക്കോ, ഒരു പട്ടക്കാരനോ, ഒരു സഹവിശ്വാസിക്കോ മറ്റൊരാളെ പരിശോധിക്കുവാൻ ഒരു നിയമാനുസൃതമായ അനുവാദമില്ല. നാം നമ്മെ പരിശോധിക്കുകയാണ്. കാരണം ഹൃദയം നമ്മുടേതാണ്, ആന്തരികാളത്ത് നമ്മുടേതാണ്, മനസ്സും മനസ്സാക്ഷിയും നമ്മുടേതാണ്. അതിനെ നമുക്ക് തന്നെ മാത്രമേ പരിശോധിക്കാൻ കഴിയൂ. അങ്ങനെ പരിശോധിച്ചാൽ നമ്മുടെ പരിശോധന 100% പരമാർത്ഥമായി തീരും. നമുക്കേ അറിയത്തുള്ളൂ നമ്മുടെ മനസ്സിന്റെ ഈ പ്രസന്റ് കണ്ടീഷൻ എന്താണെന്ന്. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ അപ്പവീഞ്ഞുകൾ നമ്മുടെ അടുക്കിലേക്ക് നമുക്ക് അനുവദിക്കപ്പെട്ട ആ അവകാശമായി വരുമ്പോൾ അതിൽ നമ്മൾ കൈവച്ച് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ആന്തരിക ആളത്വത്തെ നമ്മൾ പരിപോഷിപ്പിക്കുവാൻ നമ്മൾ സ്വയം നമ്മളെ പരിശോധിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമ്മളെ പരിശോധിക്കാം. കർത്താവേ, 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 അങ്ങ് മഹാനാണ്, അങ്ങ് ഉന്നതനാണ്, അങ്ങ് ശ്രേഷ്ഠനാണ്, അങ്ങ് പരിശുദ്ധനാണ്, അങ്ങ് പരിശുദ്ധനാണ്, അങ്ങ് പരിശുദ്ധനാണ്. അങ്ങയുടെ പരിശുദ്ധിയുടെ മുൻപിൽ അടിയെ പോരായ്മയുള്ളവനാണ്, കുറവുള്ളവനാണ്, തെറ്റുകുറ്റങ്ങളുള്ളവനാണ്, പാപം ചെയ്തവനാണ്. അങ്ങയുടെ തിരുസന്നിധിയിലെ പരിശുദ്ധിയുടെ പൂർണ്ണതയിൽ ഞാൻ എന്നെ തന്നെ, എന്റെ പാപത്തെ, എന്റെ തെറ്റിനെ, എന്റെ തിന്മയെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് ഞാൻ കുറവുള്ളവനാണ്, ഞാൻ പോരായ്മയുള്ളവനാണ്, ഞാൻ അപാകതയുള്ളവനാണ്, ഞാൻ അയോഗ്യതയുള്ളവനാണ് എന്ന് അംഗീകാരത്തോടെ ഇതാ കർത്താവ് വരികയാണ്. ഈ അംഗീകാരത്തിന്റെ മുൻപിൽ അടിയന്റെ മനസ്സിന്റെ താഴ്മയെ അങ്ങ് പരിഗണിച്ച് താഴ്മയുള്ള അടിയന്റെ മനസ്സിന്റെ അംഗീകാരത്തെ അങ്ങ് അംഗീകരിച്ചുകൊണ്ട് അടിയനെ അപ്പവീഞ്ഞുകൾ ഇന്ന് പ്രകാരം പങ്കെടുക്കുവാൻ അവിടുന്ന് അടിയനെ അനുവദിക്കണമേ എന്ന് കർത്താവിനോട് നമ്മൾ പറയുമ്പോൾ, കർത്താവേ, എല്ലാ കുറവുകളും, എല്ലാ തെറ്റുകളും, എല്ലാ പോരായ്മകളും, എല്ലാ വൈകല്യങ്ങളും, എല്ലാ വികൃതികളും അവിടുന്ന് അടിയനോട് ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ, ക്ഷമിക്കണമേ. ക്ഷമിച്ചാൽ മാത്രം പോരാ, ക്ഷമയുടെ അടയാളമായി അടിയനതിന് ഉറപ്പ് കിട്ടണമെങ്കിൽ അങ്ങയുടെ ദിവ്യമായ, നിർമ്മലമായ, പരിശുദ്ധമായ രക്തം കൊണ്ട് ഇപ്പോൾ തന്നെ അടിയന്റെ ഹൃദയത്തിൽ
അങ്ങ് കഴുകി വെടിപ്പാക്കണമേ കർത്താവേ, അങ്ങ് വെടിപ്പാക്കണമേ കർത്താവേ, അങ്ങ് വെടിപ്പാക്കണമേ കർത്താവേ. ഞാൻ നിർമ്മലനായി അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ തിരുമേശയിൽ പങ്കെടുക്കുവാൻ അവിടുന്ന് എന്നെ അനുവദിക്കണമേ. ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഹിമത്തേക്കാൾ വെള്ളയായി തീരേണ്ടതിന്, ഞാൻ മഞ്ഞിനേക്കാൾ മനോഹരമായ കാഴ്ചയ്ക്ക് കൊള്ളാവുന്ന അങ്ങയുടെ ദൃഷ്ടിയിലെ ഒരു ഹൃദയത്തിന്റെ ഉടമസ്ഥനായി ഞാൻ മാറണമെങ്കിൽ അങ്ങയുടെ രക്തം എന്നെ കഴുകണമേ, 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 കഴുകണമേ. ഇതാ കർത്താവിന്റെ ജീവിതത്തിൽ നമ്മുടെ കഴുകിയാണ്, യേശുവിന്റെ പരിശുദ്ധ രക്തം നമ്മുടെ കഴുകിയാണ്. യേശുവിന്റെ പാപമില്ലാത്ത ജീവിതത്തിന്റെ അടയാളമായി അവൻ കുരിശിന്റെ രക്തം നമ്മളെ കഴുകി വെട്ടിപ്പാക്കി നിർമ്മലതയുടെ പരിപൂർണതയിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ ഈ തിരുമേശയിൽ പങ്കെടുത്ത് അവന്റെ പീഡാനുഭവത്തിന് സാക്ഷ്യം വഹിപ്പാൻ, അവന്റെ കുരിശുമരണത്തിന് സാക്ഷ്യം വഹിപ്പാൻ, അവന്റെ കഷ്ടപ്പാടുകൾക്ക് സാക്ഷ്യം വഹിപ്പാൻ, അവന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിപ്പാൻ, അവന്റെ വീണ്ടും വരവിന് വിളംബരം ചെയ്ത് സാക്ഷിയായി തീരുവാൻ അവിടുന്ന് അടിയനെ ശുദ്ധീകരിച്ച് ഈ തിരുമേശയിൽ അടിയനെ പങ്കെടുക്കുവാൻ അങ്ങ് അടിയനെ അനുവദിക്കണമേ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നു ഒരു ആത്മീയ ഗാനം ആലപിച്ച് ഈ തിരുമേശയിൽ പങ്കെടുത്ത് ഇന്ന് പ്രകാരം നമ്മുടെ ജീവിത ദൈവസന്നിധിയിൽ ആത്മീയ നിറവിലായി തീരട്ടെ. അതിനെ കർത്താവ് സഹായിക്കട്ടെ. ഒരു ആത്മീയ ഗാനം ആലപിച്ചുകൊണ്ടൊരു കടന്നു പോകും.